നിങ്ങൾക്കിടയിൽ ശരിക്കും എന്താ പ്രശ്നമുള്ളതെന്ന് എനിക്കറിയില്ല മോളെ. പക്ഷെ നിനക്ക് നിന്റെ അനിയത്തിയോടുള്ള സ്നേഹം അതൊരിക്കലും മാറില്ല എന്ന് നീ തെളിയിച്ചിരിക്കുക മോളെ. അതുകൊണ്ടാ നിന്നെ എല്ലാവരും കൂടുതൽ സ്നേഹിക്കുന്നത്. അനിയത്തി ചേച്ചി സ്നേഹിക്കുന്നത് അത്ര വലിയ കാര്യമാണോ വക്കീലമ്മാവ? സഹോദരന്മാര് തമ്മിലാണെങ്കിലും സഹോദരിമാര് തമ്മിലാണെങ്കിലും സ്വത്ത് തർക്കമൊക്കെ ഉണ്ടാവുന്ന കാലമല്ലേ ഇത്. പക്ഷേ നിനക്ക് ആ സ്വാർത്ഥത തീരെയില്ല. ഇത്ര ഉയരത്തിലെത്തിയിട്ടും നിനക്കൊരു മാറ്റമില്ല. ഈ നാട് മുഴുവൻ നിന്നെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുമ്പോ നീ നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ അനിയത്തെക്കുറിച്ചല്ലേ ആ വേദിയിൽ പറഞ്ഞത്. നിന്നെ പോലെയുള്ളവരെയാ ഈ നാടിന് ഏറ്റവും ആവശ്യമോളെ. അയ്യോ, പുറത്ത് നാട്ടുകാരുടെ ഭജന കേട്ട് മടുത്തപ്പോ വീട്ടിൽ ഈ കിഴവൻ മേഘന പുരാണം തുടങ്ങിയല്ലോ. ഇവളിങ്ങനെ എല്ലാരും കൂടി പുകഴ്ത്തുന്നത് കേൾക്കാനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾക്ക് വന്നാ പോരായിരുന്നോ? വെറുതെ എന്തിനാ എന്നെയും കൂടി വിളിച്ചു വരുത്തിയത്? ഞങ്ങള് വന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാ. അതെന്ത് കാര്യ? സ്വത്തിന്റെ കാര്യാണോ? നിനക്കതെങ്ങനെ അറിയാം? നിങ്ങൾ ആ പേരും പറഞ്ഞോണ്ടല്ലേ വിവേക് ഇവിടേക്ക് പറ്റിച്ചോണ്ട് വന്നത്. അപ്പൊ ഞങ്ങള് സംസാരിച്ചതൊക്കെ നീ കേട്ടല്ലേ? ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല ആന്റി. നിങ്ങള് വിവേക് എങ്ങനെ കൺവിൻസ് ചെയ്യോന്ന് എനിക്കറിയാലോ. കൺവിൻസ് ചെയ്യുന്നത് എന്തിനാ? വിവേക് അപ്പോ ഈ സ്വത്തിന് വേണ്ടിയല്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ആന്റിക്ക് വട്ട. സ്വന്തം സ്വത്തുക്കൾ പോലും വേണ്ടാന്ന് പറയുന്ന ഈ വിവേക് ചാരുവിന്റെ ഈ സ്വത്തുക്കൾക്ക് വേണ്ടി വരുമെന്നാണോ? അത് ശരിയല്ലേ? അപ്പോഴേ ചാരു എന്നോട് ഇതൊക്കെ പറഞ്ഞതാ. ഞാനാ വിശ്വസിക്കാത്ത. വിവേക് ഇങ്ങനെ പറ്റിക്കുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ തന്നെ അവനോട് പോയി രണ്ട് പറയട്ടെ. ആന്റി അവിടെ നിന്ന് നിക്ക്. വിവേക് നിങ്ങളോട് എന്തു പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നത് ചാരുവിന്റെ പേരിലുള്ള സ്വത്തുക്കള് നിങ്ങൾക്ക് വാങ്ങിച്ചു വരാൻ വേണ്ടിയാ. നീ അതെങ്ങനെ ചെയ്യാനാ മഞ്ജരി? ചാരു ചോദിച്ചിട്ട് പോലും അത് കൊടുക്കാത്ത മേഘന ഞാനോ നീയോ ചോദിച്ചാ തരുമെന്നാണോ? നമ്മളത് ചോദിക്കില്ലല്ലോ, അടിച്ചു മാറ്റുകയല്ലേ. അതെന്താ സ്വർണ്ണോ പണോ വല്ലോ ആണോ? എങ്ങനെ അടിച്ചു മാറ്റാനാ? ആ വിൽപ്പത്രം നമുക്ക് മോഷ്ടിക്കാലോ. എന്താ? ആ വിൽപത്രം മോഷ്ടിക്കാനോ? ആ വിൽപ്പത്രം അങ്ങില്ലതായ ചാരുവിന് സ്വത്തുക്കൾ കൊടുക്കാതിരിക്കാൻ മേഘനെ കൊണ്ട് പിന്നെ പറ്റില്ലല്ലോ. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഈ വിൽപത്രം നമ്മളെങ്ങനെ മോഷ്ടിക്കും? അതെവിടെയാന്ന് നമുക്ക് അറിയില്ലല്ലോ. അതേ വീട്ടിൽ തന്നെ ഉണ്ടാവും. ആ കിളവൻ അത് ഇവിടെ എവിടെയെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ നമുക്കത് മോഷ്ടിക്കാം. എന്താ? നമ്മളത് മോഷ്ടിക്കാനോ? ഇങ്ങനെ ഷോക്കാവുന്നത് എന്തിനാ ആന്റി? ഇതൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നത് പോലെയാണല്ലോ എക്സ്പ്രഷൻ ഇടുന്നേ. മുൻപ് ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ ഇത് വേറെ വീടല്ലേ? നമ്മുടെ ആവശ്യം നടക്കണമെന്നുണ്ടെങ്കിൽ വീട് ഇപ്പൊ ഏതായാലും എന്താ. മൂന്നാമതൊരാൾ അറിയാതെ ഇന്ന് രാത്രി തന്നെ ആ പരിപാടി തീർക്കാം. ആന്റി റെഡി ആയിട്ടിരുന്നോ? ഓക്കെ മഞ്ജരി. എത്ര വർഷമായി മോളുടെ കൈകൊണ്ട് വെച്ച ആഹാരം ഒന്ന് കഴിച്ചിട്ട്? അതെ മോളെ, നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതല്ല അമൃത് തന്നെയാ. ഇതെല്ലാം എടുത്തിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയിക്കേ. ശരി. ഫുഡായോ മേഘനെ? എല്ലാം റെഡിയാണ്. എല്ലാവരോടും ഡൈനിങ് ടേബിളിൽ വരാൻ പറയും. ഒരു മിനിറ്റ്. ഇന്ന് കഴിക്കാൻ എന്താ സ്പെഷ്യൽ? സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല. നാളെയല്ലേ പൂജകളൊക്കെ തുടങ്ങുന്നത്. നാളെ തൊട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഫുഡുകൾ ഉണ്ടാക്കാം. പപ്പടം ഉണ്ടാവുമല്ലോ അല്ലേ? പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സൂപ്പറായി. ഇവിടെ അച്ചാറും നെയ്യും ഒക്കെ കാണുമല്ലോ അല്ലേ? അതൊക്കെ എന്തിനാ ചോദിക്കുന്നേ? പറയാം. വലിയേട്ടൻ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. ഇവരുടെ പിണക്കം മാറ്റാൻ വേണ്ടി തന്നെ ആയിരിക്കും. ഇന്ന് രാത്രി നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നല്ല ഭക്ഷണം കഴിക്കാൻ പോകുന്നേ. പിന്നെ നമ്മൾ എവിടെ ഇരുന്നാ കഴിക്കുന്നേ? ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് തറയിലിരുന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നേ. തറയല്ലോ? അത് നല്ലതല്ല ഏട്ടത്തി. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാരും അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണെങ്കിലേ അത് സൂപ്പർ ആയിരിക്കില്ലേ? അതിന് നമുക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ മഞ്ജരിക്കും ചെറിയമ്മയ്ക്കൊന്നും അത് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അത് ഞാൻ സമ്മതിപ്പിക്കാം ഏട്ടത്തി. വലിയേട്ടാ, സെറ്റപ്പ് ഒക്കെ ഞാൻ റെഡിയാക്കാം. മേഘനെ അത് നന്നേ.
ഇവിടെ ഇരിക്കും. എന്തു പറ്റി? എന്താ എല്ലാം ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഇന്ന് നമ്മളെല്ലാരും ഇവിടെ ഇരുന്നാ ഫുഡ് കഴിക്കാൻ പോകുന്ന അമ്മാവാ. വക്കീൽ മാവനും ഇരിക്കേ. എന്താ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നേ? ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാലോ. വീട്ടിൽ എപ്പോഴും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് തന്നെയല്ലേ കഴിക്കുന്നേ. ഈ നാട്ടിലേക്ക് വരുമ്പോ ഇവിടുത്തെ രീതി അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ആ മേഘനെ, ആ നീ വന്നിരിക്കേ. ഞാനിരുന്ന പിന്നെ നിങ്ങൾക്ക് ആരെ വിളമ്പി തരാ? ഇന്ന് ഇവിടെ ആരും വിളമ്പാൻ നിൽക്കുന്നില്ല. എല്ലാവരും കൂടി എന്താ ആന്റി അവിടെ ഇരിക്കുന്നേ? അവിടെ ഇരുന്ന് കഴിക്കാന്ന് മേഘന പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മളും അവിടെ ഇരുന്ന് കഴിക്കണോ? എന്നെ കൊണ്ട് പറ്റില്ല. എവിടെ ഇരുന്നാൽ എന്താ മഞ്ജരി? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. വാ കഴിക്കാം. നിക്ക് 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 നിക്ക്, ഒരു മിനിറ്റ് ആന്റി. എന്താ? എല്ലാവരും അവിടെ ഇരിക്കുകയല്ലേ, വിൽപത്രം കണ്ടുപിടിക്കാൻ ഇതാണ് സമയം. ശരിയല്ലേ? അവരൊക്കെ അവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുക. നമുക്ക് ആ വിൽപത്രം എവിടെയാണെന്ന് പോയി തപ്പി കണ്ടുപിടിക്കാം. നടക്ക്. മേഘനയ്ക്ക് മഹാഭാരതത്തിലെ കഥയൊക്കെ അറിയാലോ. ആര് പറഞ്ഞു അറിയില്ലെന്ന്? അവള് കുഞ്ഞായിരിക്കുമ്പോ തന്നെ എല്ലാ കഥകളും വായിച്ചു പഠിച്ചിട്ടുണ്ട്. ഈ പണ്ട് കാലങ്ങളിൽ നാട്ടിലെല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുത്തി കഥകളൊക്കെ പറഞ്ഞ് ആഹാരം കഴിപ്പിക്കായിരുന്നല്ലോ പതിവ്. അതുപോലെ ഇപ്പോ മേഘന നമുക്കെല്ലാവർക്കും ചോറും അച്ചാറും നെയ്യും പപ്പടം ഒക്കെ പൊടിച്ചു ചേർത്ത് ഭക്ഷണം വാരി തരാൻ പോവാ. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു ആഗ്രഹം? നൈസ് ഐഡിയ ആണല്ലോ വലിയേട്ടാ. അതേതായാലും നന്നായി മിഥുൻ. മേഘന മോളുടെ കൈകൊണ്ട് ഫുഡ് കഴിച്ചാ നല്ല രുചിയായിരിക്കും അറിയില്ലേ? എന്താ പറയുന്നേ? ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഇപ്പൊ അങ്ങനെ ഫുഡ് കഴിക്കണമെന്നാണോ? അങ്ങനെ രണ്ടൂറുള്ള ചോറ് കഴിച്ചാൽ എന്താ പ്രശ്നം? അവിടെ ഇരിക്കും. വന്നിരിക്കും മോളെ. അമ്മേ, എന്നാ പിന്നെ അമ്മയുടെ കൈകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയേ പറ്റൂ. അതെ അമ്മേ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഫുഡ് മിസ്സാവും. അപ്പൊ ഈ കാര്യത്തിൽ എല്ലാവരും എനിക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ കൈകൊണ്ട് ഞങ്ങൾക്ക് ആഹാരം തന്നേ പറ്റൂ. ശരി മിഥുനേട്ടാ. മഞ്ചരി, ചെറിയമ്മേ, നിങ്ങൾ അവിടെ എന്തെടുക്കുക? ഡിന്നർ കഴിക്കാം, ഇങ്ങോട്ട് വാ. പ്ലാൻ എല്ലാം നശിപ്പിച്ചല്ലോ ആന്റി. സോറി മഞ്ജരി, ഞാനത് ശ്രദ്ധിച്ചില്ല. ശരി, ഡിന്നർ കഴിച്ചിട്ട് ബാക്കി പ്ലാൻ ചെയ്യാം. വന്നേ. ഒന്ന് വേഗം വാമോ. ഇന്ന് എല്ലാവർക്കും ഏട്ടത്തിയാ ഫുഡ് വാരി തരുന്നേ. വാട്ട്? എന്താ ഈ പറയുന്നേ? ഞങ്ങളിന്ന് കൊച്ചുകുട്ടികളാണോ? കുറച്ചു നേരത്തേക്കെങ്കിലും കുട്ടിയാവുന്നത് നല്ലതാ മഞ്ചരി. വന്നിരിക്കേ, വന്നിരിക്കേ. അമ്മേ, ആഹാരം തരുന്നതിനിടയില് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കഥ പറഞ്ഞു തരുമോ? കഥയൊക്കെ കേട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കല്ലേ അമ്മേ? യെസ്, ഇന്ന് കഥ കേട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. റിയൽ സ്റ്റോറീസേ പറയാവൂ. റിയൽ സ്റ്റോറീസോ? അത് ആരുടെ കഥയാ വലിയേട്ടാ? ഈ വീട്ടില് ജനിച്ചു വളർന്ന ആളുകളുടെ സ്റ്റോറീസ്. എന്ന് വെച്ചാ മേഘനയുടെയും ചാരുവിന്റെയും കഥകൾ. എന്നുവെച്ചാ ചേച്ചിയെ കുറിച്ച് അനിയത്തിയും അനിയത്തിയെ കുറിച്ച് ചേച്ചിയും പറയണമെന്നാണോ? അതൊന്നും അല്ല ചെറിയമ്മേ. ഈ ചേച്ചി അനിയത്തിയെ കുറിച്ച് വക്കീലമാവൻ പറയും. വക്കീലമാവ, ഇവരെ കുറിച്ച് മറക്കാനാവാത്ത എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. മറക്കാനാവാത്ത ഓർമ്മകളെന്ന് പറയുമ്പോ ആ നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട് മോനെ. ദാ നോക്കി, ആയിരിക്കുന്ന നീലപ്പെട്ടി കണ്ടോ?
ഉം. അതൊരു പഴയ ട്രങ്ക് പെട്ടിയാ. അതിനകത്താ ഇവിടുത്തെ പഴയ വസ്ത്രങ്ങളും അതുപോലെ അഴുക്ക് വസ്ത്രങ്ങളും ഒക്കെ ഇട്ടുവയ്ക്കുക. അത് സ്വർണം വെക്കുന്ന പെട്ടിയൊന്നും അല്ലല്ലോ. ഇതിനെ കുറിച്ച് പറയാൻ എന്തിനാ ഇത്രയും ബിൽഡപ്പ്? ആന്റി നോക്കിയേ, ആ പെട്ടിക്ക് ഇത്രയും വലിയ പൂട്ടുണ്ടെങ്കിൽ സ്വർണവും പണവും വിൽപത്രവും ഒക്കെ വെച്ചിരിക്കുന്ന അലമാരയ്ക്ക് എത്ര വലിയ പൂട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. മേഘനയും ചാരുവും ഒക്കെ വളരെ കുഞ്ഞായിരിക്കും. മറ്റുള്ള കുട്ടികളൊക്കെ ഓരോ സ്ഥലത്തായിട്ട് ഒളിക്കാൻ തുടങ്ങി. ചാരു ദാ കണ്ടില്ലേ, ആ പെട്ടിക്കകത്ത് ഒളിക്കാൻ കയറിയത്. പക്ഷെ ആരും അറിയാതെ ആ പെട്ടി അടച്ചിട്ട് പോയി. ചാരു ആണെങ്കിൽ അതിനുള്ളിൽ പെട്ട് പേടിച്ചു പോയി. മേഘനയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞ് എല്ലാവരും കണ്ടുപിടിച്ചു കൊണ്ടുവന്നു. ഹേ, ഔട്ട് 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 ഔട്ട്. ഔട്ട് 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 ഔട്ട്. പക്ഷെ പെട്ടിക്കുള്ളിലായി പോയ ചാരു പേടിച്ചു വിറച്ച് പെട്ടിന്ന് പുറത്തു വരാനാകാതെ അതിനകത്ത് പെട്ടുപോയി. ചാരു എവിടെ പോയെന്നറിയാതെ മേഘന ഈ വീട് മുഴുവൻ തെരഞ്ഞു നടന്നു. അവൾ എന്തോ ഒരു സംശയം തോന്നി ആ പെട്ടി തുറന്നു നോക്കി. ചാരു, അപ്പോഴേക്കും നമ്മുടെ ചാരു ശ്വാസം കിട്ടാതെ ബോധം കെട്ടുപോയിരുന്നു. പക്ഷെ ആ ദിവസം മേഘനയാണ് നമ്മുടെ ചാരുവിന്റെ പ്രാണൻ രക്ഷിച്ചത്, അവൾക്ക് പുനർജന്മം നൽകിയത്. ചാരുവിന്റെ അമ്മയായി മാറിയത്.
കിളവൻ പറഞ്ഞ കഥ കേട്ടിട്ട് ചാരു ഫ്ലാറ്റ് ആയെന്ന് തോന്നുന്നു ആന്റി. അവളുടെ മനസ്സ് മാറി പോകുന്നതിന് മുമ്പ് വേഗം എന്തെങ്കിലും ചെയ്യും. വലിയേട്ടാ, പ്ലാൻ വർക്കൗട്ടായി വരുന്നുണ്ട്. ചേച്ചി അനിയത്തി ഒന്നോവാൻ പോവാ. നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോ ഇതുപോലെ തന്നെ പരസ്പരം ആഹാരം വാരി കൊടുക്കുന്ന ശീലം ഉണ്ടായിരുന്നല്ലോ. ഹാ, കഥയൊക്കെ കേട്ടെടുത്തോളം മതിയായി. നിങ്ങൾ എങ്ങനെ സ്നേഹിച്ച് ഫുഡ് കഴിച്ച കഥയും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരുന്നോ? ഞങ്ങൾ അവിടെ പോയി കഴിച്ചോളാം. മഞ്ജരി വന്നേ. നിങ്ങൾ അവിടെ പോയി കഴിച്ചോ, ഞങ്ങൾ ഇവിടെ ഏട്ടത്തിന്റെ അടുത്തിരുന്ന് ഫുഡ് കഴിച്ചോളാം. ഏട്ടത്തി, ഒരു ഉരുള എനിക്ക് തന്നെ. ആന്റി, ദേ നോക്കി, ആ അലമാരി തന്നെ ഉണ്ടാവും വിൽപത്രോ. പക്ഷെ അലമാര പൂട്ടിയിട്ടിരിക്കല്ലേ, താക്കോൽ എവിടെയായിരിക്കും? ആ കിഴവന്റെ കയ്യിൽ തന്നെ കാണും. നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ശബ്ദം ഉണ്ടാക്കാതെ നമുക്കതെടുക്കണം. നടക്ക. പേടിച്ചു പോയല്ലോ.
വിൽപത്രം നമ്മൾ കീറിക്കളയാൻ പാടില്ല ആന്റി. നാളെ ഇവിടെ ചടങ്ങുകൾ നടക്കുകയല്ലേ, അപ്പൊ എന്തായാലും പൂജകൾ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് മേഘനയുടെ ഈ വിൽപത്രവും ആ ഹോമകുണ്ടത്തിൽ തന്നെ എരിഞ്ഞടങ്ങണം. അതുവരെ ഇത് നമ്മുടെ കയ്യിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? വേണമെങ്കിൽ ഇപ്പൊ തന്നെ കത്തിക്കാലോ. അത് വേണ്ട ആന്റി. നാളെ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഇത് ആ ഹോമകുണ്ടത്തിൽ തന്നെ എരിഞ്ഞു തീരുന്നത് എനിക്ക് കാണണം. അവളുടെ മുത്തശ്ശന്റെ ഓർമ്മകൾ ഇതോടെ കത്തിത്തീരുകയും വേണം. അതവൾ അറിയാതെ കണ്ട് സന്തോഷിക്കുകയും വേണം. അതാണ് എനിക്ക് വേണ്ടത്. വാ ആന്റി, പുറത്തവര് ഉറങ്ങിയെന്ന് നോക്കിയിട്ട് വരാം. ചാരു, മോമും മഞ്ജരിയും ഒക്കെ എഴുന്നേറ്റോ? ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് വിവേക്. ആന്റി, രാത്രി നമ്മൾ ചെയ്തതൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? എന്തോ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. നിന്റെ കയ്യില് ആ വിൽപത്രം ഉണ്ടല്ലോ അല്ലേ? സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആന്റി. നമുക്ക് ഇപ്പൊ തന്നെ പോയി ഇതുകൊണ്ട് ആ തീയിലിടണം. അവരെല്ലാം സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നത്. നമ്മൾ ഈ വിൽപത്രം കത്തിക്കാൻ വേണ്ടി മാത്രമല്ല എഴുന്നേറ്റത്. വാ ആന്റി. എന്റെ ഈശ്വരാ, ഈ സമയത്ത് ഇവിടെ എന്താ ഇങ്ങനെ തണുക്കുന്നേ? തണുപ്പ് കാലല്ലേ, പോരാത്തിന് നേരം വെളുക്കാൻ പോകുന്ന സമയം. അപ്പൊ പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കല്ലേ മോം? ഇത്രയും തണുപ്പുണ്ടാവുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരികയില്ലായിരുന്നു. വേഗം ഒന്ന് തീ കത്തിക്കാൻ നോക്ക്. ചരു, നീ അതൊന്ന് കത്തിക്കാൻ നോക്കി മോളെ. കണ്ടില്ലേ ആന്റി, രാത്രി ഒന്നിച്ച് ഫുഡ് കഴിച്ചപ്പോ രണ്ടുപേരും സ്നേഹത്തിലായത്. പതുക്കെ പതുക്കെ അനിയത്തിയെ തന്റെ വശത്താക്കാൻ നോക്കുക. ഞാനും അത് തന്നെ നോക്കുന്നത് മഞ്ജരി. ഈ നശിച്ച നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ചേച്ചി അനിയത്തി അടയും ചക്കരയാവുന്നു തോന്നുന്നു. അവരൊന്നിച്ചു കഴിഞ്ഞാൽ നമ്മളീ കഷ്ടപ്പെട്ടത് എന്തിനാ? പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്ത് അവരെ രണ്ടുപേരും പിരിച്ചേ പറ്റൂ ആന്റി. നിർത്തി. എല്ലാം മുതലാക്കിക്കൊള്ളണം. ഇന്ന് ഒരു ദിവസമെങ്കിലും ഓരോന്ന് ഊഹിച്ചു കൂട്ടാതൊന്നും പറയാതെ ഇരുന്നൂടെ മോം? ഞാനൊന്നും ഊഹിച്ചു കൂട്ടിയിട്ടില്ല. ഇത് കത്തിക്കാൻ ചാരുവിനോട് ഓർഡർ ചെയ്യുന്നത് എന്തിനാന്നല്ലേ ചോദിച്ചേ? ഇന്ന് ഈ പണി ആദ്യമായിട്ടല്ല ചാരു ചെയ്യുന്നത് പ്രിയമത. അവരുടെ ചെറുപ്പകാലം മുതല് എല്ലാ വർഷവും ഈ ദിവസം മേഘന ചാരുവിനെ കൊണ്ടാ ഈ ഹോമകുണ്ടം കത്തിക്കുന്നത്.